സമയം കോഴിക്കോടും ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം അവധി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, മുന്നറിയിപ്പിനെ തുടർന്നാണ് കോഴിക്കോട് ജില്ലയ്ക്കും അടക്കം അവധി നൽകിയിട്ടുള്ളത്. നേരത്തെ ഇടുക്കിയിൽ നിന്നും കാസർഗോഡ് നിന്നും വയനാട് നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അവിടെ ഇപ്പോൾ മഴയ്ക്ക് ശമനമുണ്ട് എന്നതാണ്. അതിന് സമാനമാകുന്ന സാഹചര്യമാണോ കോഴിക്കോടുമുള്ളത്? കോഴിക്കോട് ജില്ലയിലും ഇന്ന് അവധിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായ മഴ അത് സംസ്ഥാനത്തുടനീളം വലിയ പ്രതിസന്ധി സൃഷ്ടിച്ച പശ്ചാത്തലം ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ മഴ മുന്നറിയിപ്പിനെ തുടർന്ന് വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം അപകട സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് അവധി നൽകിയിട്ടുള്ളത്. MS അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, മറ്റ് ജില്ലകളിൽ ഈ മഴ മുന്നറിയിപ്പുണ്ടെങ്കിലും അതിശക്തമായ മഴ എവിടെയുമില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്താണ് കോഴിക്കോട് നിന്നുള്ള ചിത്രം? അഭിലാഷ്, അതിശക്തമായ മഴ പോയിട്ട് മഴ പോലും കോഴിക്കോട് ജില്ലയിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. നമുക്ക് കാണാം, തെളിഞ്ഞ കാലാവസ്ഥയാണ്. ഏതാണ്ട് ഇന്നലെ മുതൽ സമാന രീതിയിൽ തന്നെയുള്ള കാലാവസ്ഥയാണ്. ഇന്നലെ ഇടയ്ക്കിടയ്ക്ക് അല്പനേരം ചാറ്റൽ മഴ പെയ്ത് ഒഴിവാക്കിയാൽ 2 ദിവസമായി കാര്യമായി കോഴിക്കോട് ജില്ലയിൽ മഴ പെയ്യുന്നില്ല. ജില്ലയിൽ ഒരിടത്തൊന്നും കാര്യമായി മഴ പെയ്യുന്നതായി റിപ്പോർട്ടില്ല. തെളിഞ്ഞ കാലാവസ്ഥയിൽ പ്രസന്നമായ അന്തരീക്ഷത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പക്ഷേ അലർട്ട് പ്രമാണിച്ച് കോഴിക്കോട് ജില്ലയിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട്. പക്ഷേ അവധി നൽകേണ്ട ഒരു കാര്യവുമില്ല എന്ന രീതിയിലാണ് ഇതുവരെ കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഉച്ചതിരിഞ്ഞോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പൊക്കെ മഴ പെയ്യുമെന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. പക്ഷേ ഏതാണ്ട് 24 മണിക്കൂറിലധികമായി കാര്യമായി കോഴിക്കോട് ജില്ലയിൽ മഴ പെയ്തിട്ടില്ല. ഒപ്പം കഴിഞ്ഞ ദിവസം മഴ പെയ്ത് വെള്ളം കയറിയ ഇടങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം ഇറങ്ങിപ്പോയിരുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിഞ്ഞവർ അവരുടെ വീടുകളിലേക്ക് മടങ്ങുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഏതാണ്ട് സാധാരണ നിലയിലേക്ക് ജില്ലയിലെ ജനജീവിതം മാറുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും അതിനിടയിലാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായി ഇന്നത്തെ ദിവസത്തെ അവധി കൂടി എത്തിയിരിക്കുന്നത്. അലർട്ടുകളുടെ പശ്ചാത്തലത്തിലാണ് ജില്ലാ ഭരണകൂടം അവധി പ്രഖ്യാപിച്ചത്. പക്ഷേ ഇന്നിപ്പോൾ ആ അവധി പ്രഖ്യാപിക്കാൻ തക്കവണ്ണമുള്ള ഒരു രീതിയിലുമുള്ള മഴയില്ല. മഴയുടെ ഒരു ലാഞ്ചന പോലും ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അഭിലാഷ്, ഇതാണ് കോഴിക്കോട് നിന്നുള്ള ചിത്രം. പൊതുവിൽ സംസ്ഥാനത്ത് ഇന്നിപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണ്. പക്ഷെ പല ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം അവധി നൽകിയിട്ടുള്ള പശ്ചാത്തലമുണ്ട്. അതേസമയം ഇടുക്കിയിലും പത്തനംതിട്ടയിലും കോട്ടയത്തും അവിടെ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വെള്ളക്കെട്ട്, ആ വെള്ളക്കെട്ട് അതിൻ്റെ ദുരിതം അതിപ്പോഴും ജനങ്ങൾ അനുഭവിക്കുക തന്നെയാണ്. കാരണം വീടുകൾ വൃത്തിയാക്കി അതിനുശേഷം മാത്രമേ വീടുകളിലേക്ക് തിരികെ എത്താൻ, ക്യാമ്പുകളിൽ തുടരുന്നവർക്കടക്കം തിരികെ എത്താൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ വ്യാപാര സ്ഥാപനങ്ങളിലൊക്കെ വെള്ളം കയറിയവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. ദിവസങ്ങൾ നീണ്ട പരിശ്രമത്തിന് ശേഷം മാത്രമാണ് ഈ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ പഴയ നിലയിലേക്ക് എത്തുകയുമുള്ളൂ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.